മട്ടൻ ബിരിയാണി ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ആദ്യമായിട്ട് ഒരു കുക്കറിലോട്ട് 2 സ്പൂൺ നെയ്യ്. ഇനി വളരെ തിന്നായിട്ട് അരിഞ്ഞ ഒരു സവാള ഒന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കാം. അതേ കുക്കറിലോട്ട് തന്നെ കാഷ്നട്ടും ഉണക്കമുന്തിരി ഇട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ശേഷം ഹോൾ സ്പൈസസ് ഇട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. പിന്നെ നമുക്ക് അതിലോട്ട് വേണ്ടത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചതും സവാളയും തക്കാളിയുമാണ്. ആദ്യമായിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചതും ഇടാം. പച്ചമണം മാറിയ ശേഷം സവാളയും ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി നമുക്ക് അതിലോട്ട് വേണ്ടത് തക്കാളിയാണ്. തക്കാളി ഇളക്കി വാടിയ ശേഷം മസാലപ്പൊടിക്ക് നമുക്ക് ഓരോന്നായിട്ടിടാം. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ മല്ലിപ്പൊടി, 3/4 സ്പൂൺ കശ്മീരി മുളക് പൊടി, 1 സ്പൂൺ ബിരിയാണി പൊടിയൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി 1/2 കിലോ മട്ടൺ മസാലയുമായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിലോട്ട് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി 2 സ്പൂൺ തൈര്, കുറച്ച് മല്ലി ആൻഡ് പുതിനയില, 1 സ്പൂൺ നാരങ്ങാ നീര്, നമ്മൾ മൂപ്പിച്ചെടുത്ത ഒണിയനും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി 10 മിനിറ്റ് മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. അതേസമയം റൈസ് റെഡിയാക്കാൻ വേണ്ടി ഒരു പാനിലോട്ട് നെയ്യ്, പട്ട, ഏലക്കായ ഇട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 1/2 കപ്പ് റൈസും കൂടെ ചേർത്ത് 1 മിനിറ്റ് അതൊന്ന് ചൂടാക്കി എടുക്കാം. പിന്നീട് അതിലോട്ട് 2 കപ്പ് വെള്ളവും നാരങ്ങ നീരും ചേർത്ത് ഒന്ന് 80% കുക്ക് ചെയ്തെടുക്കാം. അതേസമയം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച മട്ടനും കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ 4-5 വിസിൽ വരുമ്പോൾ നമ്മുടെ മട്ടൺ റെഡി ആയിട്ടുണ്ട്. അതേപോലെ നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കുക്കറിലോട്ട് റൈസ് നിരത്തി മഞ്ഞൾ വെള്ളം, മല്ലിച്ചപ്പ്, വറുത്ത് മാറ്റി വെച്ച കാഷ്നട്ട് ആൻഡ് റൈസിൻ, മൂപ്പിച്ച് വെച്ച ഒണിയൻ, ബിരിയാണി എസൻസും നെയ്യോട് തൂക്കി ദം ചെയ്തെടുക്കണം. ഒരു അരമണിക്കൂറിന് ലോ ഫ്ലെയിമിൽ ദം ചെയ്തെടുത്താൽ നമ്മുടെ ബിരിയാണി ഇത് റെഡി ആയിരിക്കുന്നു. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.